കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ പിഴവിൽ ഡോക്ടർ ബിജോൺ ജോൺസണെതിരെ പോലീസ് കേസെടുത്തു. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. സമീർ, ഇത് ഈ ഡോക്ടർ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയുകയും ഒരു ഘട്ടത്തിൽ കുടുംബം അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. പിന്നീട് അത് ഒരു നടപടിയിലേക്ക് പോകുന്നു, പരാതി പോലീസിലെത്തുന്നു, പോലീസ് കേസെടുത്തിരിക്കുന്നു. എന്തായിരിക്കും പോലീസിന്റെ തുടർ നടപടി? ഡോക്ടറെ എപ്പോഴാണ് ഇനി ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിക്കുക? വിജയകുമാർ, ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ വിഷയത്തിൽ ഡോക്ടർക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇവർക്ക് ഒരുപക്ഷെ ഈ തെറ്റ് ഏറ്റുപറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നീട് നടപടിയിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചു. പക്ഷേ ആ കുട്ടിക്ക് ഒരുപക്ഷെ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, നാക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ അത്തരം ഒരു പശ്ചാത്തലം ഭയന്നുകൊണ്ട്, അങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസിനും അതുപോലെ തന്നെ സൂപ്രണ്ടിനും പരാതി നൽകിയത്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തു. ഈ ഡോക്ടർക്കെതിരെ സസ്പെൻഷൻ നടപടി എടുത്തിരിക്കുന്നു. അതിന് പിറകെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് നീങ്ങിയതും. രാത്രി ഏറെ വൈകിയും അവരുടെ ചോദ്യം ചെയ്യുന്ന അതായത് അവരുടെ മൊഴിയെടുക്കുന്ന ഒരു ഘട്ടമായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് അവരുടെ മൊഴിയെടുക്കൽ പൂർത്തിയായത്. ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. അതിനൊടുവിലാണ് ഇപ്പോൾ മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ടിലെ 2 വകുപ്പുകൾ പ്രകാരം 336, 337 വകുപ്പുകൾ പ്രകാരമാണ് ഈ ഡോക്ടർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത്, കേസെടുക്കുന്ന നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇവ. അത് അത്തരത്തിലുള്ള നടപടിയിലേക്ക് വരും ദിവസങ്ങളിൽ നീങ്ങും. എന്തായാലും നാളെയോ മറ്റന്നാളോ ആയിക്കൊണ്ട് ഈ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള നടപടിയിലേക്ക് നീങ്ങുക എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള മെഡിക്കൽ കോളേജ് CI വ്യക്തമാക്കുന്നത്. എന്തായാലും വകുപ്പ് തലത്തിലുള്ള നടപടി ആരംഭിക്കുന്നു. ഒപ്പം തന്നെ പോലീസ് ബന്ധപ്പെട്ട നടപടിയിലേക്കും ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. ഈ വ്യക്തിക്കെതിരെ, ഈ ഡോക്ടർ അസോസിയേറ്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ബിജോൺ ജോൺസണെതിരെ 2 വകുപ്പുകൾ പ്രകാരം, മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ടിലെ 2 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ഡോക്ടർ ബിജോൺ ജോൺസണെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ടിലെ വകുപ്പുകൾ ചുമത്തിയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഡോക്ടർക്കെതിരെ കേസെടുത്തത്. കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി ഇതിനോടകം വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടിയിലേക്ക് നാളെയും മറ്റന്നാളും ഒക്കെയായി മെഡിക്കൽ കോളേജ് പോലീസ് കടക്കുമെന്നാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്.